ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, എനിക്ക് ഈ പൊതുവെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ്സ് വരണം എങ്ങനത്തെയെന്നറിയോ. അതായത് ഞാൻ എല്ലാ പ്രൊഡക്ട്സും നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്, ഇത് നല്ലതാണ്, അത് നല്ലതാണ്, എല്ലാം നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് മിക്ക ആൾക്കാരുടെയും കംപ്ലൈൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ വിചാരിക്കണമെന്ന് അറിയോ, നമ്മളിപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ. അതായത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എൻ്റെ ഹോണസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് പണി പാളിക്കുന്നത്, ഏതൊക്കെയാണ് നല്ലത്, നമുക്ക് ഒട്ടും നേരം വൈകേണ്ട വീഡിയോയിലേക്ക് കടക്കാം. എങ്കപ്പാത്താലും നീ എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ ഗർ സോപ്പ്. എല്ലായിടത്തും എവിടെ നോക്കിയാലും ഇതിൻ്റെ ആഡ് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം തുറന്ന, യൂട്യൂബ് തുറന്ന, ഫേസ്ബുക്ക് തുറന്ന, എല്ലായിടത്തും ഈ ഗർ സോപ്പാണ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഞാനും മേടിച്ചു. ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണത്തിൻ്റെ പാക്കേജ് കണ്ടോ. ഇങ്ങനെ ഇതിൽ ഒക്കെ തീർത്തിട്ടാ ഞാൻ ഇതിൻ്റെ നമ്മൾ സോപ്പല്ലേ അത് നമ്മൾ തീർന്നു പോയി. അപ്പോൾ എന്തായാലും ഞാനത് എടുത്തപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇവിടെ കൊടുക്കാം. അതിന് മുന്നേ ഞാൻ വേറെ ഇൻഡിവിജ്വലായിട്ട് മേടിച്ചുകൊണ്ടിരുന്നു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ വല്ല തെറ്റുകൊണ്ടാണോ കുറച്ചധികം കാലം യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൂന്നെണ്ണത്തിൻ്റെ പാക്കേജ് ഒരുമിച്ച് മേടിച്ചത് കേട്ടോ. 500 രൂപ, 400 രൂപ, 450 രൂപ ആ റേഞ്ചിൻ്റെ അടുത്ത് വില വരുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിന്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രൈസുള്ള സാധനമാണിത്. നമുക്ക് എങ്ങനെ പോയാലും ഒരു 20 to 25 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 to 25 ദിവസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം അത്ര നിൽക്കുന്നുള്ള ഒരു സോപ്പാണിത്. മാക്സിമം കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കയ്യിലും കാലിലും ടാൻ പോവും, അതായത് ഭയങ്കരമായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഭയങ്കര കുറേ കാര്യങ്ങൾ ഇതിൽ ക്ലെയിം ചെയ്യുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഒരു എല്ലാ ആഡിലും പറയുന്നത് കയ്യിലും കാലിലും ടാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എൻ്റെ ഫേസിനെയും കഴുത്തിനൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടാനാണ്. നമ്മൾ ഈ 2 വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടാൻ ആവും, എസ്പെഷ്യലി കൈയൊക്കെ ഭയങ്കരമായിട്ട് ടാൻ ആവും. ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആഡ് കണ്ടിട്ട് ഞാൻ മേടിച്ചത്. ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ടാനും മാറിയിട്ടില്ല. ഇതോടുകൂടി ഞാൻ നിർത്തി, ഈ സോപ്പിൻ്റെ ഇത് നിർത്തി. പക്ഷെ നല്ല സ്മെല്ലാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. നമുക്ക് നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്. പക്ഷെ ഈ അവർ ക്ലെയിം ചെയ്യുന്ന പോലെ ഒരു ടാനും എൻ്റെ മാറിയില്ല. ഞാൻ കുറേട്ട് ഉരച്ച് നോക്കി ഈ സംഭവം എങ്ങനെയൊക്കെ യൂസ് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ 6 സോപ്പ് യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്, കാശ് പോയത് മാത്രം മിച്ചം. വേറെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ സാധാരണ സോപ്പിട്ട് കുളിക്കണ പോലെയാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഈ ഗർ സോപ്പിൻ്റെ ടാൻ കുറച്ചെങ്കിലും പോകാൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്ന് പറയണത് നമ്മളുടെ ഹോം റെമഡി ഇല്ലേ, നമ്മളുടെ കുറച്ച് ഈ അരിപ്പൊടിയും അതേപോലെ തന്നെ നമ്മളുടെ മൈസൂർ ദാൽ, അതേപോലെ തന്നെ നമ്മളുടെ ഉഴുന്ന്, ഇതൊക്കെ കൂടി ഒരുമിച്ച് പൊടിച്ചിട്ട് അതിൽ കുറച്ച് തൈരൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു 10 മിനിറ്റ് നേരമൊക്കെ വെച്ചതിന് ശേഷം അത് കഴുകി കളഞ്ഞിട്ട് ഞാൻ 2 നേരം ഈ ഒരു സംഭവം, ഇതിപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളുടെ ഈ ഒരു വാസ്ലിൻ്റെ ഗ്ലൂട്ട ഹയ, അതേപോലെ തന്നെ എന്താ പറയുക ഡ്യൂയി റേഡിയൻസ് സിറമിൻ ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോഷനാണിത്. നമ്മളുടെ ബോഡി ലോഷൻ പോലത്തെ ഒരു സംഭവമാണ് ഇത്. ഞാൻ അപ്ലൈ ചെയ്തു 2 നേരം. ഈ പറഞ്ഞ പോലെ നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഡിഫറൻസ് ഇതിൽ അവർ പറയുന്ന പോലെ, ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതെന്തായാലും ശരിക്കും വെർത്താണ് ഈ സംഭവം. ഇതിനെത്ര ഇപ്പോൾ നമുക്ക് ആമസോണിലൊക്കെ 200 സംതിങ്, 230-40 ആ റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് MRP എത്രയാണ്? 325 രൂപയാണ്. പക്ഷെ നല്ല ആ ഒരു 240 രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്തായാലും വെർത്താണിത്. നല്ല ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ എനിക്കതിൽ ആ ഒരു എന്താ പറയുക, നമുക്ക് ഹൈപ്പിനുള്ളത് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് വെർത്താണെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ബോഡി ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ പോലത്തെ വിന്ററിലൊക്കെ നമ്മൾ തേച്ചാലും ഒന്നുമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ സാധാരണ എന്താ പറയുക, കണ്ടോ ഇങ്ങനെ ഒരു വലിയ ലോഷൻ തേക്കുന്ന പോലെ, ഒരു ക്രീം, ഒരു സാധാരണ ഒരു മോയ്സ്ചറൈസർ നമ്മൾ അപ്ലൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു ഫീൽ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ വിന്റർ സീസണിലൊക്കെ നമ്മൾ ഇത് തേച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ, അതായത് ആ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ ഒന്നും കിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിറമിൻ ലോഷൻ, ആ പേര് പോലെ തന്നെയാണ്.
ഒരു സിറം, ഒരു മോയ്സ്ചറൈസർ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ആ ഒരു ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് അല്ലെങ്കിൽ തിക്കായിട്ടുള്ളൊരു നമ്മൾ ബോഡി ലോഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഈ ഒരു പറഞ്ഞ പോലെ നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒരു എൻഹാൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ശരിക്കും ഹൈപ്പ് റിയൽ ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും. ഓക്കെ, അടുത്തത് ഹെയർ ഗ്രോത്ത് സിറമാണ് കേട്ടോ. 3 ഡിഫറെൻറ്റ് ബ്രാൻഡിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വിഷ് കെയർ, ഒന്ന് ത്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, ഒന്ന് പിൽഗ്രീം. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ബ്രാൻഡിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പിൽഗ്രീം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സിറം ആയിരുന്നു കേട്ടോ. ഈ റിഡൻസിൽ അനഗെയിൻ ഇതൊക്കെ തന്നെയാണ് എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അതായത് വെർത്താണ്, നമ്മൾ ഹൈപ്പിനുള്ളത് ഉണ്ട്. എന്തായാലും നല്ലതായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് എന്താ പറയാ ഹെയർ ഫോളും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നല്ല റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല പോലെ നമുക്കിങ്ങനെ ചെറിയ രീതിയിലൊക്കെ നല്ല ആ ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തതായിരുന്നു ഈ ഒരു ത്രൈവ് ബ്രാൻഡിന്റെ. ഒന്നുമില്ല. ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഇതെനിക്ക് ഒന്നും വലിയ ഒരു ഡിഫറൻസും കാര്യങ്ങളും ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എന്താ പറയാ നല്ലൊരു വിസിബിൾ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ത്രൈവ് ബ്രാൻഡിനെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പറയുമ്പോൾ നമുക്ക് സെയിം തന്നെയാണ്, ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ എനിക്ക് ഒരു റിസൾട്ടും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ത്രൈവ് ഞാൻ ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ത്രൈവിന് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ് ഈ ഒരു വിഷ് കെയറിന്റെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും, നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. ഈ റിഡൻസിലും അതേപോലെ തന്നെ കാര്യങ്ങളും ഈ അനഗെയിൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. നല്ല രീതിയിൽ ഇതിൽ ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ഇതാണ്. നമുക്ക് എല്ലായിടത്തും ഈവൻ ആയിട്ട് നമുക്ക് എത്തും. അതായത് നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ സ്പ്രേ ഞാൻ വേസ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതിലുണ്ട് കുറച്ചും കൂടി. അപ്പം ഇത് നല്ല പോലെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല പോലെ എല്ലായിടത്തും നമുക്ക് ഈവൻ ആയിട്ട് പ്രൊഡക്റ്റിന്റെ യൂസേജും അതേപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പാക്കേജിങ് ഇത് എന്തുകൊണ്ടും ബെസ്റ്റ് ആണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഡ്രോപ്പാണ് കണ്ടോ, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് അതിൽ ഇതൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് ഡ്രോപ്ലെറ്റ് പോലത്തെ ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മെസ്സി ആവാനുള്ള ഇതുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് ആ ഒരു സംഭവത്തെ ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ച് എന്താ പറയാ പ്രൈസ് ഒക്കെ എല്ലാം സെയിം തന്നെയാണ്. കൂടുതൽ പ്രൈസ് ഇതിനായിരുന്നു തോന്നി. ഈ ത്രൈവിനാണ് കുറച്ചും കൂടി പ്രൈസ് കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ വിഷ് കെയറിന്റെയും പിൽഗ്രീമിനൊക്കെ കുറച്ചും കൂടി ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഹെയർ ഗ്രോത്ത് സിറത്തിൽ ഇത് രണ്ടും എനിക്ക് നല്ലതായിട്ട് തോന്നി. ഈ ത്രൈവിന്റെ എനിക്ക് അങ്ങനെ ഒന്നും കാര്യമായിട്ടുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് അത്രയ്ക്കും അങ്ങനെയൊന്നും തോന്നിയില്ല. ഓക്കെ, അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് റിവ്യൂസും ഹൈപ്പും ഒക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് ഒരു ഹെയർ സിറം. ബിയർഡോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഹെയർ സിറം ആണ് കേട്ടോ. ആർഗൻ ഓയിൽ കാര്യങ്ങളെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്തിരിക്കണ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും സംഭവം. ഇത് ഒട്ടും തന്നെ സെറ്റായില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് വെറുതെ നമ്മൾ എന്താ പറയാ എന്തോ ഒരു ഓയിൽ എടുത്തിട്ട് നമ്മൾ തലയിലിടുന്ന പോലെ. എന്തിനാണ് പറ്റേ ശോകമാണ്. നമ്മൾ ഹെയർ സിറം എങ്ങനെ ഉണ്ടാവും ആ ഒരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളും ഒന്നും തന്നെ അല്ല. ഇത് നമ്മൾ എന്താ പറയാ സാധാരണ വെളിച്ചെണ്ണ കുറച്ച് എന്തോ ഒരു പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തന്നൊരു ഫീലാണ് ഉള്ളത്. ഇതിപ്പോ ഇനിയിപ്പോ കയ്യിൽ നിന്ന് പോവാൻ എന്ത് ചെയ്യണം, പോയി. അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു വിഷ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ മൾട്ടി പെപ്റ്റൈഡ് ആന്റി ഹെയർ ഫോൾ ഷാംപൂ, അവരുടെ കണ്ടീഷണർ കേട്ടോ. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതായത് ഈ ആന്റി ഹെയർ ഫോൾ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തിട്ട് മുടി കൊഴിയാതിരിക്കാതെ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സംഭവം എനിക്ക് നല്ല മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല പോലെ എന്റെ സാധാരണ ചില ഷാംപൂ കിട്ടുകഴിഞ്ഞ് ചകിരി പോലെയാണ് ഉണ്ടാവാറുള്ളത്. ഇത് പക്ഷെ അങ്ങനെയില്ല. ഡീസെന്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് നല്ല പോലെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മുടി അങ്ങനെ കൊഴിയണമൊന്നുമില്ല. ഉള്ള മുടി അവിടെ അങ്ങനെ 1-2 കൊഴിയണോ, അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ കൊഴിയണം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിലെനിക്ക് അത്രയ്ക്കും
ഇതില്ലെങ്കിൽ പക്ഷെ മുടി നല്ല പോലെ സോഫ്റ്റ് ആക്കുന്നുണ്ട്, നല്ല പോലെ മുടി നല്ല ആ ഒരു ഷൈനി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇതെനിക്ക് നല്ല പോലെ എൻ്റെ മുടിക്ക് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹെയർ ഫോൾ അതെനിക്ക് അങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളൊന്നും എനിക്ക് അറിയണില്ല. കാരണം നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ഹെയർ ഫോളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ അറിയണില്ല. അപ്പോൾ എന്തായാലും ഇത് നല്ല പോലെ എനിക്ക് ഈ പ്രൈസിന് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ ബി ബ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഹോൾ സ്പ്രേ ആണ്, അതായത് സെറ്റിംഗ് സ്പ്രേ ആണ് ബേസിക്കലി. ഇത് നമ്മുടെ മുടി എന്താ പറയുക അങ്ങനെ സെറ്റ് ആയിട്ടിരിക്കാൻ ആ ഒരു ഹോൾഡിംഗ് സ്പ്രേ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊന്ന് കേൾ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു സ്റ്റൈൽ ചെയ്തിട്ട് ബേസിക്കലി അതൊന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ് ഈ ഹോൾ സ്പ്രേ. ഇത് അഫോർഡബിൾ പ്രൈസിന് നല്ല വെർത്തായിട്ടുള്ള ഒരു സാധനമാണ്. ഭയങ്കര ലാസ്റ്റ് ചെയ്യുന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ നമ്മളുടെ വൈറൽ പ്രോഡക്ട്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം.